അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മിക്സി നേരാക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നീഷ്യൻ വന്നിട്ടുണ്ട് കേട്ടോ. ആള് ഇന്നലെ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോഴേക്കും വന്നോളൂ കുഞ്ഞോ. അപ്പത്തിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആള് വന്നിട്ട് കുറച്ച് സമയം വേഗം നേരാക്കിയിട്ട് വേഗം പോയിട്ടാ. അപ്പം നമ്മൾ ഇനി നോമ്പ് തുറക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുന്നത്, ഒരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. നല്ല ടേസ്റ്റ് ആട്ടോ പത്തിരിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ചാറും ഉണ്ടാവും നമുക്ക്, പിന്നെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യം വരില്ല. നല്ല ടേസ്റ്റായിട്ട് നല്ല കുഴുന്നനുള്ള ചാറ് കിട്ടും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പെരുംജീരകം ഉണ്ടല്ലോ, നല്ല വലിയ ജീരകം, അതിട്ട് കൊടുക്കുക. ഒരു 3 പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. സവാളയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നു വേണ്ട, നന്നായിട്ട് അതിൻ്റെ ഒന്ന് വാടി ഒന്ന് പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടിയാൽ മതി. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി വെക്കുക. അപ്പോൾ കുഞ്ഞ് എന്നെ സഹായിക്കുന്നുണ്ട്. അവനിരുന്നിട്ട് സവാള ചെറുതായിട്ട് അരിയുന്നുണ്ട്. ഞാൻ ചോപ്പറിലിട്ടിട്ട് വലിച്ചോളാൻ പറഞ്ഞപ്പോൾ അവന് അരിയാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. പിന്നെ അത് മാറിയപ്പോൾ കുറച്ച് തക്കാളി, 2 തക്കാളി ഇട്ടിട്ടുണ്ടായിരുന്നു, ചെറിയ തക്കാളി 2 അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. തക്കാളി ഒന്ന് വേവണമല്ലോ, ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ. കുഞ്ഞിരുന്നത് അരിയുന്ന സവാള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കട്ട്ലേറ്റിലേക്കുള്ള ചിക്കനും ഉരുളൻകിഴങ്ങുമാണ് മറ്റേ കുക്കറിൽ ഇരുന്നിട്ട് ഫിഷടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. എന്താ വെച്ചാൽ കുറച്ച് എരിവാണ് പറ്റുള്ളൂ. നമുക്ക് എന്താ വെച്ചാൽ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഒരുപാട് എരിവായി കഴിഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലൊക്കെ എരിയണ പോലെ നമുക്ക് തോന്നും. നമ്മൾ അത്രയും നേരം ഭക്ഷണം കഴിക്കാതിരിക്കണതാണല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാത്തിലും എരിവ് കുറച്ചിട്ട് ഇടണതാണ് കേട്ടോ നല്ലതുണ്ടാവുക. അപ്പോൾ എന്നാലും കറി അത്യാവശ്യം എരിവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 3 പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ. കാശ്മീരി പൊടിക്ക് നമ്മൾ പൊടി വാങ്ങാത്ത കാരണം, നമ്മൾ മുളക് മേടിച്ച് പൊടിച്ച കാരണം നല്ല എരിവും അത്യാവശ്യത്തിന് എരിവും ഉണ്ടായിരുന്നു. പിന്നെ നല്ല കളറും കിട്ടും കേട്ടോ. നന്നായിട്ട് ഇളക്കി അതിൻ്റെ ഒരു പച്ചമണക്കം മാറുന്ന വരെ ഇളക്കിയിട്ട് നമ്മളിതാ ഒരു പ്ലേറ്റിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്ന് ചൂടാറുന്ന വരെ നമുക്കത് ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കട്ടെ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. ഇനി നമുക്ക് അതേ പാനിൽ തന്നെ കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, ഈ ഒരു പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടപ്പോൾ നല്ല സുഖമാണ് ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടിപൊളിയാട്ടോ. മേടിച്ചപ്പോൾ ഇഷ്ടമാവണ്ടല്ലോ. നമ്മൾ ഓർഡർ ചെയ്തത് ഇതല്ലായിരുന്നു. നമ്മൾ ഇത്തിരി വലുതാണ് ചെയ്തത്. നമ്മൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയതായിരുന്നു വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തത്. പക്ഷെ വന്നത് ഇതായിരുന്നു. പക്ഷെ വന്നത് പിന്നെ തിരിച്ച് വിടാനൊന്നും നിന്നില്ല. ഇത് മതി എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള കുഞ്ഞിതാക്കി അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. എന്നിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. കുഞ്ഞൊരു സ്വൈര്യം തരാത്ത കാരണം ഉണ്ടാക്കിയതാണ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കണേക്കാളും നല്ലത് ഇങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ എണ്ണക്കടികൾ മൈദ കൂട്ടിയിട്ടുള്ള എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവും. കിടക്കാൻ തോന്നുള്ളൂ. എപ്പോഴും ഒരു തലക്കടി കിട്ടിയ പോലത്തെ ഒരു ഫീൽ ഉണ്ടാവും. പക്ഷെ ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം മൈദ ഒന്നും കഴിക്കുന്നില്ലല്ലോ, അത് കാരണം വലിയ പ്രശ്നം തോന്നുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു തരി മുളക് പൊടി, ഒരു തരി മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ആ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവാള കുഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സവാള അല്ല കേട്ടോ, ഉരുളക്കിഴങ്ങ് ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി അതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞ് തന്നെ അപ്പുറത്ത് എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചിക്കനൊക്കെ മിക്സിയിലിട്ട് അടിച്ചിട്ട് അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്യാമറ അങ്ങോട്ട് തിരിക്കാനൊന്നും ആളില്ലാത്തതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ ചിക്കനൊക്കെ അവൻ എനിക്ക് അരച്ച് കൊടുന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കി സെറ്റാക്കിയിട്ട് അവിടെ മാറ്റി വയ്ക്കാം. അതൊന്ന് ചൂടാറട്ടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുട്ടികളെ വിളിക്കാൻ പോകണം കേട്ടോ എനിക്ക്. സമയം ഒരു 3 മണിയാകുമ്പോഴാണ് ഞങ്ങൾ കയറിയത് അടുക്കളയിൽ. പിന്നെ അതിൻ്റെ ഇടയിൽ അവനെ വിളിക്കാനൊക്കെ പോകണമായിരുന്നു. അപ്പോൾ ഇത് അവൻ്റെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവനെന്നെ ഇരുന്ന് ഉരുട്ടി സെറ്റാക്കിക്കോളും. അപ്പോൾ നമ്മൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലേശം വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുക്കാം.
എന്താ പറയുക മുന്തിരി ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാലയൊക്കെ ചൂടാറി വന്നിട്ടുണ്ട്. അത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ ചിക്കനും വേവിച്ച വെള്ളമാണ്, അതും കൂടി അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി നമുക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കൂട്ട് നമ്മളിതാ ഈ പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറൊക്കെ കഴുകി നമുക്ക് എന്തോരം ചാറ് വേണം അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറി വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് കറി വെച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല തിക്കായിട്ടുള്ള കറിയൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമ്മുടെ ചിക്കനൊന്നും അതിൽ കിടന്നിട്ട് നന്നായിട്ട് വേവട്ടെ കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് നമ്മുടെ എന്താ പറയുക ഇവന് കുഞ്ഞു അതൊക്കെ ഉരുട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിലൊന്ന് റോൾ ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഞങ്ങളെല്ലാം കട്ട്ലേറ്റും ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്ന് വെച്ച് കുറച്ച് മാറ്റി വെച്ചു. അപ്പോൾ നമ്മുടെ കറി ഏകദേശം വേവാറായപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളൊരു ലേശം ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഗരം മസാല കൂടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് കുറച്ച് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിനി പൊടി വാട്ടാം, പത്തിരിക്കുള്ള പൊടി വാട്ടാം. അപ്പോൾ ഞാൻ കുക്കറിലാണ് കേട്ടോ വാട്ടുന്നത്. കുക്കറിൽ വാട്ടിക്കഴിഞ്ഞാൽ ഫോണിലൊക്കെ കണ്ടിരുന്നു, വീഡിയോയിലൊക്കെ കണ്ടിരുന്നു കുക്കറിൽ പൊടി വാട്ടാൻ എളുപ്പമാണ്. സംഭവം സെറ്റാട്ടോ, അടിപൊളിയാണ് കേട്ടോ. കുക്കറിൽ നമ്മൾ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് പൊടി ഒന്നിങ്ങനെ ഇളക്കി കൂട്ടി നമ്മൾ വെച്ചാൽ മതി. എന്നിട്ട് കുക്കറിൻ്റെ മൂടി ഇട്ടിട്ട് വിസിലൂരാണ്ട് തന്നെ മൂടിയിട്ടിട്ട് അവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ എണ്ണയൊക്കെ ചൂടായി. അപ്പോൾ നമുക്ക് അതിലേക്ക് കട്ട്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഞങ്ങൾ ആവശ്യത്തിനുള്ളത് മാത്രമേ പൊരിച്ചിട്ടുള്ളൂ, ബാക്കി അങ്ങനെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു കേട്ടോ, ഇന്ന് പൊരിക്കാൻ വിചാരിച്ചിട്ട്. അപ്പോൾ എന്നും നമുക്കിത് ഉണ്ടാക്കാൻ നിൽക്കണ്ടല്ലോ. അങ്ങനെ അത് അവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ മുന്തിരിക്ക് വെച്ച വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ജ്യൂസ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല പുളിയുള്ള മുന്തിരിയായിരുന്നു. അപ്പോൾ നമ്മൾ അതിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുത്ത് മുന്തിരിക്ക് പൊട്ടി ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഓഫ് ചെയ്യുക. ഇനി നമുക്കിത് നന്നായിട്ട് തണുക്കണം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാനിൻ്റെ ചോട്ടിൽ കൊണ്ടുവയ്ക്കാം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മാവൊക്കെ സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് തന്നെ നമ്മൾ പത്തിരിക്ക് കുഴക്കണമല്ലോ, എന്നാലല്ലേ നമ്മുടെ പത്തിരി കുഴച്ച് സൂപ്പറായിട്ട് വരുള്ളൂ. അപ്പോൾ നമ്മൾ 1.5 കപ്പ് പൊടിയൊക്കെ എടുത്തിട്ടുള്ളൂ. നമുക്ക് എന്നാലും നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനുണ്ടാവും, നമുക്ക് അത്താഴത്തിനും കഴിക്കാനുണ്ടാവും. കുട്ടികൾക്ക് രാവിലേക്ക് ഇഷമോൾക്കും ആച്ചൂട്ടനും രാവിലെ കഴിച്ചിട്ട് സ്കൂളിൽ പോകാനുള്ളതും ഉണ്ടാവും അതിൽ. പിന്നെ നമുക്ക് പത്തിരിയൊക്കെ അവിടെ കുഴച്ച് മാറ്റി വെച്ച് നമുക്ക് പരത്താം. അപ്പോൾ ഞാൻ പരത്തി കുഞ്ഞ് ചുട്ടു കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ ഞാൻ അങ്ങനെ പരത്തിയപ്പോൾ അവൻ പറഞ്ഞു അവൻ വിചാരിച്ചു പരത്തണതാണ് എളുപ്പം, ചുടുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ പരത്താം, ഉമ്മച്ച് ചുട്ടോ പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് ചെയ്തോക്കട്ടെ വിചാരിച്ചു ഞാനും ഒന്ന് പറഞ്ഞില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവന് പരത്താൻ കൊടുത്തു. പരത്തുമ്പോൾ അവൻ പറഞ്ഞു പരത്തണതല്ല സുഖം, ചുടാനും എളുപ്പമില്ല, പരത്താൻ എളുപ്പമില്ല. അതുകൊണ്ട് എല്ലാ പണിക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുട്ടികൾക്ക് ഓരോന്ന് കാണുമ്പോൾ തോന്നും ഇതാണ്, നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് തോന്നും ഇതെളുപ്പമാണ് എന്ന്. എന്നിട്ട് രണ്ടും അവിടെ വെച്ചിട്ട് അവൻ പോയി TV കണ്ടു കേട്ടോ. കൊച്ചു TV ഇരുന്ന് കണ്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് വയ്യ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഞാൻ മുഴുവനായിട്ട് പരത്തിയതിന് ശേഷം എല്ലാം ചുട്ടെടുക്കുക ചെയ്തിട്ട്. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ഒരുപാടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എന്നാലും അവൻ കുറേയൊക്കെ ചുട്ട് തന്നു കേട്ടോ. അവൻ അറിയണില്ലേ പത്തിരി ചുടാൻ വേണ്ടിയിട്ട്. പത്തിരി നമ്മളിങ്ങനെ ആവി കയറി 3 വർഷത്തിലല്ലേ വേണ്ട പത്തിരിക്ക്. അപ്പോൾ അവനെ അറിയുന്നില്ല. അപ്പോൾ ഞാനൊപ്പം നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നാലും അവനങ്ങോട്ട് എൻ്റെ ഒരു ശ്രദ്ധ മാറിക്കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ കളറ് മാറുകയാണ്, പത്തിരിയുടെ കളറ് മാറിയിട്ട് ചുവന്ന കളറ് വരികയാണ്. അപ്പോൾ അങ്ങനെ അവൻ്റെ ആയുധം വെച്ച് കീഴടങ്ങിയിട്ട് അവൻ തിരിച്ചു പോയിട്ടാണ്. ഞാൻ എന്നിട്ട് വീണ്ടും ഇരുന്ന് പരത്തി ഞാൻ എന്നെ എല്ലാം ഫുള്ളായിട്ട് ചുട്ടെടുത്തു കേട്ടോ. അങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കിയത്. പത്തിരി ഉണ്ടാക്കാൻ ഇപ്പം എനിക്ക് സിമ്പിളായി, വലിയ പ്രശ്നമൊന്നുമില്ല. പെരുന്നാളിന് മാത്രം ഞാൻ പത്തിരി ഉണ്ടാക്കി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. ഇവിടെ നമുക്ക് സുഖമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പത്തിരി ഉണ്ടാക്കിയാലോ 3 ദിവസം ഉണ്ടാക്കി വേർപ്പിച്ചാൽ നമുക്ക് നമ്മുടെ മുന്തിരി ജ്യൂസ് അടിക്കാം. അപ്പോൾ നമ്മൾ നന്നായി ചൂടാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഞാൻ കുട്ടികളതിനൊക്കെ പോയി വിളിച്ചു കൊടുന്നു കേട്ടോ. അപ്പോൾ മുന്തിരി നമ്മൾ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ച് നമ്മൾ അരിച്ചെടുക്കുക. നമ്മളൊരു ജ്യൂസ് അരിക്കണ അരിപ്പല്ലേ കേട്ടോ, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ചെറിയ അരിപ്പല്ലായിരുന്നു, അതുകൊണ്ട് അങ്ങോട്ട് വേഗം അങ്ങോട്ട് വീടുണ്ടായിരുന്നു. നമ്മളിതിൽ ഇങ്ങനെ അരയ്ക്കുമ്പോൾ നമ്മുടെ കുരു ഒന്നും ഉടയാതെ തന്നെ നമുക്ക് നല്ല ജ്യൂസ്, നമ്മൾ കടയിൽ നിന്നൊക്കെ ഫ്രഷ് ജ്യൂസ് വാങ്ങി കഴിക്കണം അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ അടിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് അടിച്ച് നോക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.
എനിക്ക് കുറേ നാളായി ഞാൻ വീഡിയോയിലൊക്കെ ഇത് കാണുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴാണ് പറ്റിയത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടായിട്ട് ഞാൻ ഒരു 1 കിലോ മുന്തിരി മേടിച്ചതാണ് ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഒന്ന് അടിച്ച് നോക്കണം വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മുടെ മുന്തിരിയൊക്കെ അവിടെ സെറ്റാക്കി ജ്യൂസൊക്കെ ഉണ്ടാക്കി അവിടെ ജഗ്ഗിലാക്കി വെച്ചിട്ടുണ്ട്. ഐസ് ക്യൂബൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണ്ണിമത്തൻ ഒന്ന് മുറിച്ചെടുക്കാം. തണ്ണിമത്തൻ നമുക്ക് കുറച്ച് വേണ്ടിയിട്ടാണ്, ഒരു പൊടി എടുക്കണുള്ളൂ. അതൊന്ന് അരിഞ്ഞ് നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഏകദേശം കൊടുക്കേണ്ട ടൈമായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. ഇവിടെ നോമ്പില്ലാത്തവരാണ് കൂടുതലായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനോട് ഇഷ്ടമുള്ള ചുറ്റും പറയാം, വലിയ നാളെ നോമ്പെടുക്കണം, ഉമ്മച്ചി മാത്രം നോമ്പെടുക്കുകയാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കില്ല, വലിയക്കും കൂടി എടുത്താലാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്കൂളില്ലെങ്കിൽ ഞങ്ങൾ എടുക്കുന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇഷമോള് ആച്ചുക്കം. കഴിഞ്ഞ പ്രാവശ്യം ഇഷമോള് ആച്ചുക്ക ഒരെണ്ണം കൊടുത്തു, ഇഷമോള് അര നോമ്പ് എടുത്തു കേട്ടോ. എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്ക് വിശന്നിട്ട് എല്ലാവരോടും പിണങ്ങി നടക്കുമായിരുന്നു. 12 മണി ആയപ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ട് ചോറ് തിന്നെന്നാ പറഞ്ഞപ്പോൾ വേഗം പോയി കൈയ്യരിക്ക് ചോറിനാൻ വന്നിരുന്നു കേട്ടോ. അവർക്കൊന്നും സാധിക്കില്ല. പിന്നെ ഇപ്പോൾ നല്ല ചൂടാണല്ലോ. ഇന്നലത്തെ നോമ്പ് എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കമൻറ്റ് ചെയ്യട്ടെ. നമുക്ക് വലിയ ക്ഷീണവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നും ഇതുവരെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പം നമ്മുടെ ചിക്കൻ കറി ആയിട്ടുണ്ട്. നമ്മളിത് പാലെടുത്തിട്ട് വെച്ചിട്ടുണ്ട് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ജ്യൂസ് ആയിട്ടുണ്ട്. നമ്മുടെ ഫ്രൂട്ട്സുകൾ ഓറഞ്ചും തണ്ണിമത്തനും ഉണ്ട്. പിന്നെ ഇതാ ഈത്തപ്പഴം ഉണ്ട് കേട്ടോ. ഇനി അതെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ട് മേശപ്പുറത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പത്തിന് കൊടുക്കുന്നത് വിളിക്കാൻ ശ്രദ്ധിച്ച് അങ്ങനെ കേൾക്കില്ല. നമ്മൾ രണ്ട് ഉമ്മാട് വിളിച്ച് പറഞ്ഞേക്കാണ് കൊടുക്കുന്നതായിട്ട് കഴിഞ്ഞ് മിസ്സടിക്കണമെന്ന് വിളിച്ച് പറഞ്ഞേക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചായയും കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക്, എനിക്ക് നോമ്പ് വന്നു കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിക്കുന്നതാണ് ഇഷ്ടം. നമ്മൾ നാരങ്ങ വെള്ളം കുടിക്കാതിരിക്കുക നല്ലത്. നാരങ്ങ വെള്ളം നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചതിന് ശേഷം, ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ക്ഷീണത്തിന് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പക്ഷെ നോമ്പ് തുറന്ന പ്രാവശ്യം ആരും നാരങ്ങ കലക്കിയിട്ട് വെള്ളം കുടിക്കാതിരിക്കുക നല്ലത് കേട്ടോ. ഞാനെന്നാലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് കലക്കി പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുടിച്ചു കേട്ടോ. ഫസ്റ്റ് തന്നെ ഞാൻ പച്ചവെള്ളമാണ് കുടിച്ചത്. പച്ചവെള്ളം കുടിക്കാനാണ് തോന്നുന്നുണ്ടായിരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുത്ത വെള്ളം കുടിക്കാനാണ് തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അസ്ർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഓടിപ്പോയിട്ട് അസ്ർ നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇഷമോളും ആച്ചുട്ടനും ഓടി വന്നിട്ട് അവരും നിസ്കരിക്കാൻ വേണ്ടി നിന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ മേശപ്പുറത്ത് എല്ലാം സെറ്റ് ചെയ്ത് അങ്ങനെ വെച്ചു. നോമ്പുള്ള ഞങ്ങളെക്കാളും ധൃതി ഇഷമോൾക്കും ആച്ചുട്ടനാണ്. കൊടുക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയെന്ന് കേട്ടോ. അങ്ങനെ കൊടുത്തപ്പോൾ ഉമ്മ മിസ്സടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോമ്പറക്കാം. അപ്പോൾ നമ്മൾ ആദ്യം കാരക്ക കഴിച്ചു, അതായത് ഈത്തപ്പഴം കഴിച്ചു. പിന്നെ നമ്മൾ വെള്ളം കുടിക്കുകയൊക്കെ ചെയ്തു. കുഞ്ഞിനൊക്കെ നല്ല ഒരു എന്താ പറയുക, ക്ഷീണമില്ലെങ്കിലും അവർ നല്ല ഒരു ദാഹവും ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ നല്ല വെയിലും ചൂടൊക്കെ അല്ലേ. അത് കാരണം കുട്ടികളും അല്ലേ, അവർക്കൊന്നും സാധിക്കില്ല. പിന്നെ നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കൂവപ്പൊടി കൊണ്ട് എന്തെങ്കിലും ചെയ്യണം. നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കൂവപ്പൊടി, വയറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ എന്തെങ്കിലും അതുകൊണ്ടൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളങ്ങനെ നോമ്പ് തുറന്നു. കുട്ടികളും ഷമോളും ആശുപത്രിനൊക്കെ ഈത്തപ്പഴം കൊണ്ട് നോമ്പ് തുറന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അവരിതാ കഴിക്കുന്നു. എല്ലാവർക്കും കട്ട്ലേറ്റാണ് കൂടുതൽ ഫസ്റ്റ് എടുക്കുന്നത്. കട്ട്ലേറ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ട്ലേറ്റ് കുറച്ചല്ലേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ അത് വേഗം കഴിഞ്ഞാൽ വെച്ചിട്ട് അവിടെ മത്സരം. എന്നിട്ട് അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് പിന്നെ ജ്യൂസും ഒക്കെ കുടിച്ചിട്ട് പിന്നെ അങ്ങനെ നിസ്കരിക്കാനും ഓതാനും ഒക്കെ പോയിട്ട് പിന്നെ ഞങ്ങൾ ഇറച്ചി പത്തിരിയൊക്കെ കഴിച്ചിരിക്കുന്നത് 9 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിക്കുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഈ വെള്ളവും ജ്യൂസും ഇതൊക്കെ കുടിച്ച് പിന്നെ ചായ കുടിച്ചു കേട്ടോ. ഒരു ഗ്ലാസ് ചായ, പാൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു. കട്ട്ലേറ്റ് കൂട്ടിയിട്ട് ഞാൻ ചായ കുടിച്ചു. അത് കാരണം നമുക്ക് പിന്നെ വിശക്കണമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ 9:30 ആയിട്ടാണ് ഇറച്ചിയും പത്തിരിയൊക്കെ കഴിച്ചിട്ട് പിന്നെ അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ നോമ്പ് റാഹത്തായി, ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് നോക്കാൻ പറ്റി, അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ നിസ്കാരവും ഓത്തും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചായ കുടിക്കുമ്പോൾ നമ്മൾ പത്തിരിയൊക്കെ കഴിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പത്തിരിയൊക്കെ കഴിച്ചു. ഇഷമോളാണ് കേട്ടോ ചാറെടുക്കുന്നത്. ചാറെടുക്കുമ്പോൾ പൂവൊന്ന് പേടിച്ചിട്ട് എടുക്കണം. പോയി കഴിഞ്ഞാൽ ഇത് ചീത്ത കേൾക്കുമല്ലോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായ കുടിക്കട്ടെ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു ഇന്നലെ ചായക്ക് നിങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തിട്ട്, നോമ്പറക്കുമ്പോൾ എന്താ ഉണ്ടാക്കി എന്നുള്ളത് കമൻറ്റ് ചെയ്തിട്ടാ. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും പിന്നെ ഒരു കാര്യം പറയാണ്ട്, എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. നോമ്പറക്കുന്ന സമയത്തും അത്താഴത്തിന് കഴിക്കുമ്പോഴും എല്ലാവരും നന്നായിട്ട് വെള്ളം കുടിക്കുക. കൂടുതലും മൈദ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാതിരിക്കുക നല്ലത്. എന്താ വെച്ച് കഴിഞ്ഞാൽ വയറിന് കേടാവും, പിന്നെ മൂത്രച്ചൂട് വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ, അസ്സലാമു അലൈക്കും.